ഹലോ ഫ്രണ്ട്സ്, ബൊഗേമിയ പാരഡൈസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഏവർക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ഓൺലൈനിൽ കുറച്ച് ബൊഗേൻവില്ല വാങ്ങിയായിരുന്നു. അതിൻ്റെ ഓഫീസിൽ അഡ്രസ്സിലോട്ട് വന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അത് ബോക്സ് അയച്ച് പ്ലാന്റുകൾ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാ പ്ലാന്റും തന്നെ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തന്നെയാണ് അവർ അയച്ചിരിക്കുന്നത്. അപ്പം ഓരോന്നായിട്ട് അഴിച്ചെടുത്ത് നോക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ 10 വെറൈറ്റി മേടിച്ചതിനകത്ത് അടർണയുണ്ട്, വിതാതിരിയുണ്ട്, ബ്രീസ റെഡ്, അങ്ങനെ കുറേ വെറൈറ്റികൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ബൊഗൻവില്ലയൊക്കെ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. അവർ നല്ല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അവർ ഇതുപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ ടിഷ്യൂ പേപ്പർ ചുറ്റും പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് അവരത് അയക്കുന്നത്. അപ്പോൾ നമ്മൾ അയച്ച് കഴിയുമ്പോൾ ഇതിൽ ഈ കാണുന്ന പോലെ ക്ലേ അവർ ആ വേരിനോട് ചുറ്റും പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പറയുന്ന ടിഷ്യൂ പേപ്പർ ചുറ്റി അതിൽ വെള്ളം സ്പ്രേ ചെയ്താണ് അയക്കുന്നത്. കാരണം വെച്ചാൽ കൊറിയർ കിട്ടുമ്പോൾ കുറച്ച് ദിവസം എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകാതെ കിട്ടുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ആ പ്ലാന്റ് എല്ലാം തന്നെ നട്ടിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള സ്റ്റാറ്റസാണ് കാണുന്നത്. എല്ലാ പ്ലാന്റും തന്നെ നല്ല രീതിയിൽ കിളിർത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്ലാന്റ് മാത്രം, അതായത് അടർണ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് മാത്രം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അത് ഒരു ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് പ്ലാന്റും ആയിരുന്നു. പക്ഷെ അത് മാത്രം എനിക്ക് കിളിർത്ത് കിട്ടിയില്ല. അത് ഈ കാണുന്ന ഈ പ്ലാന്റാണ്. ഇത് നമുക്ക് കിട്ടിയില്ല. അത് മാത്രം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഗ്രാഫ്റ്റ് ചെയ്തൊരു പ്ലാന്റ് ആയിരുന്നു, പക്ഷേ അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ ആ സെയിം സെല്ലറിയിൽ നിന്ന് തന്നെ മേടിച്ച പ്ലാന്റാണ്. ഇതൊരു 2 മാസം 3 മാസം പഴക്കമുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ വളർച്ച ഇപ്പോഴത്തെ വളർച്ചയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാന്റ് മേടിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാറില്ല. വെറും സാധാ മണ്ണിനകത്ത് ചുമ്മാതെ നട്ടു വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വളവോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ആ 4 പ്ലാന്റിനും എങ്ങനെയാണ് വളം ചെയ്യാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. പ്ലാന്റ് നല്ല രീതിയിൽ വളർന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ വളമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. വളം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ പ്ലാന്റ് മേടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ വളം ചെയ്യുന്ന രീതി ഒന്ന് പറയാം. അതായത് നമ്മൾ റീപോർട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം തന്നെ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടെ പറയുന്നതാണ്. അതായത് ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, അതുകൂടാതെ ഞാൻ കുറച്ച് സാഫോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മഴ സീസൺ ആണല്ലോ. അപ്പം ഇത് വളമെല്ലാം കൂടി ഇട്ട് ഫംഗറോ അങ്ങനെയുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാതിരിക്കുന്നത് സാഫോഡ് ഇട്ടിട്ടുണ്ട്. അത് ഇത്ര ഐറ്റം കൂടെ നമ്മൾ എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ പ്ലാന്റിൽ ഓരോന്നിനകത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ കാണുന്നത് ക്രിസ്റ്റീന എന്ന് പറയുന്ന പ്ലാന്റാണ്, ടൈഗർ ക്രിസ്റ്റീന. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ചുവട്ടിലെ മണ്ണെല്ലാം കുറേശ്ശെയായിട്ട് ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് വളം ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പഴയ മേടിച്ച പ്ലാന്റിലെ ആദ്യത്തെ പ്ലാന്റാണിത്. അതായത് ക്രിസ്റ്റീന എന്ന് പറയുന്നത്. ഇതിനാണ് ആ മേടിച്ച പ്ലാന്റിനകത്ത് ഏറ്റവും നല്ലപോലെ വളർച്ചയുള്ളത് ഈ പ്ലാന്റിനാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മേടിച്ചത് ഒന്ന് സൂഫി ഇന്ത്യാന എന്ന് പറഞ്ഞൊരു പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ റെഡ് സെപ്റ്റംബർ, പിന്നെ തായ് ഡിലൈറ്റ്. ഈ 4 പ്ലാന്റായിരുന്നു അന്ന് ഞാൻ ഒരുമിച്ച് വാങ്ങിയത്. നമ്മൾ പ്ലാന്റുകളൊക്കെ തന്നെ ഓൺലൈനിൽ മേടിക്കുമ്പോൾ റേറ്റ് കുറവാണ്. റേറ്റ് കുറവെന്ന് പറയുമ്പോൾ ആ റേറ്റ് കുറവിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. അതായത് പ്ലാന്റിന് എല്ലാം തന്നെ തീരെ സൈസ് കുറവായിരിക്കും. അതായത് നമ്മൾ സാധാ ലോക്കൽ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇപ്പം ഇവിടുന്ന് മേടിക്കുമ്പോൾ 700-800 രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്ന പ്ലാന്റിന് അപ്പോൾ അത്യാവശ്യം സൈസുണ്ട്. പക്ഷേ ഓൺലൈനിൽ മേടിക്കുന്ന പ്ലാന്റിനൊന്നും തന്നെ പറയുന്ന വലിയ സൈസ് കാണത്തില്ല. അത്യാവശ്യം നമ്മളിപ്പം 5-10 പ്ലാന്റൊക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് 2-3 എണ്ണത്തിനൊക്കെ സൈസുള്ള പ്ലാന്റ് കിട്ടും. അല്ലാത്ത പ്ലാന്റൊക്കെ തന്നെ തീരെ സൈസ് കുറഞ്ഞ പ്ലാന്റ്. ഇതൊക്കെ തീരെ ചെറിയ പ്ലാന്റായിരുന്നു. ഇതിപ്പം ഇത്ര നാളും മണ്ണിനകത്ത് നിന്ന് വളർന്ന് ഇപ്പോഴാണ് ഈ സൈസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ 1-2
ഡ്രോബാക്സും ഉണ്ട്, എന്നാൽ കൂട്ടത്തിൽ തന്നെ പ്ലസ് പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ആദ്യം തന്നെ ഞാൻ പ്ലസ് പോയിൻറ്റ്സ് പറയാം. അതായത് നമുക്ക് കുറഞ്ഞ റേറ്റിൽ പ്ലാന്റ് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഓൺലൈൻ പ്ലാന്റ് മേടിക്കുന്നതിനുള്ള ഏറ്റവും ഫസ്റ്റ് ആൻഡ് മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നാട്ടിലെ ലോക്കൽ നഴ്സറികളിൽ നമ്മൾ മേടിക്കുന്നതിൻ്റെ പകുതി വിലയ്ക്ക് ഈ നമുക്ക് എന്താ പറയുന്നത്, ഈ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റും അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈബ്രിഡ് ബൊഗേവിയ നമുക്ക് മേടിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ലാർജ് വെറൈറ്റി ഓഫ് കളക്ഷൻസ്, അതായത് ഒത്തിരി കളക്ഷൻസ്, പുതിയ വെറൈറ്റികൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഞാൻ കൊൽക്കത്തയിൽ നിന്നാണ് ഈ ബൊഗേവിയയെല്ലാം വാങ്ങിച്ചത് തന്നെ. അതെല്ലാം നല്ല കുറഞ്ഞ റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതായത് നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒത്തിരി വെറൈറ്റീസ് മേടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഓൺലൈൻ മേടിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതായത് തായ്ലൻഡ് പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊൽക്കത്തയിലുള്ള ഈ സെല്ലർമാർ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരതിൻ്റെ കളക്ഷൻ ഉണ്ടാക്കി സെയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ റേറ്റ് കുറയുന്നതിന് മുമ്പ് തന്നെ അവിടെ റേറ്റ് കുറഞ്ഞ് നമുക്ക് കുറഞ്ഞ റേറ്റിൽ മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിൻറ്റ്. അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ മേടിക്കുമ്പം 700 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ അവിടെ 400 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മേടിക്കാൻ പറ്റും. അതുകൂടാതെ നല്ല രീതിയിൽ ഞാനിപ്പോൾ മേടിച്ച സെല്ലർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ എന്തെങ്കിലും പ്ലാന്റ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിന് നമുക്ക് ആ പ്ലാന്റ് നമുക്ക് റീപ്ലേസ് തരുന്നതാണ്. അതായത് ഞാൻ ഈ 4 പ്ലാന്റ് മേടിച്ചതിനകത്ത് തായ്ഡിലേറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് എനിക്ക് ഫസ്റ്റ് മേടിച്ചപ്പോൾ ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ പിന്നെ അഡീനിയം മേടിച്ച സമയത്ത് എനിക്ക് ആ പുള്ളി ആ തായ്ഡിലേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലാന്റ് എനിക്ക് റീപ്ലേസ് തന്നായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ ഈ ഓൺലൈനിൽ മേടിക്കുന്നതുകൊണ്ട് കിട്ടും. അതായത് നല്ല ഡീലറാണെങ്കിൽ അല്ലെങ്കിൽ നല്ല സെല്ലറാണെങ്കിൽ മാത്രം. അതെനിക്ക് കിട്ടിയ ഒരു നല്ല സെല്ലറായതുകൊണ്ട് എനിക്ക് ഇതുകൊണ്ട് ഡ്രോബാക്സ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം പ്ലസ്സാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഡ്രോബാക്സ് എന്ന് വേണേൽ പറയാം. അതെന്താണെന്നും കൂടെ ഞാൻ ഇപ്പോൾ പറയാം. അതിനകത്ത് ആദ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള സെല്ലറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഫേസ്ബുക്കിനകത്തും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള സെയിൽ പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ജെനുവിനായിട്ടുള്ള സെല്ലർ ഏതെന്നുള്ള കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസമായിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ ഒത്തിരി പേര് പോസ്റ്റ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒത്തിരി ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സെല്ലേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പം അതാണ് മെയിനായിട്ട് ഉള്ള കാര്യം. അതാണ് ജെന്യുവിനായിട്ടുള്ള സെല്ലറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത്, നമ്മൾ പ്ലാന്റ് കൊൽക്കത്തയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ എങ്ങനെ നല്ല നോർമൽ ഡെലിവറി ടൈം എന്ന് പറഞ്ഞ് 3 to 4 days ആണ്. പക്ഷേ ചില കേസിൽ ഈ ഡെലിവറി ടൈം ചിലപ്പോൾ 1.5 അല്ലെങ്കിൽ 2 weeks വരെ പോകാറുണ്ട്. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ആ ചെടി രക്ഷപ്പെട്ടു എന്നുള്ളത് പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം വെച്ചാൽ അവരാ അയച്ചു തരുന്ന ചെടി അതിന് അത്ര സമയത്തേക്ക് എന്തായാലും നിൽക്കത്തില്ല. കാരണം വെച്ചാൽ അതിന് മുമ്പ് പ്ലാന്റ് ഇവിടെ വരുമ്പോഴേ ഉണങ്ങിപ്പോകും. അപ്പം അങ്ങനെയുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ക്യാഷ് ആ രീതിയിൽ നമുക്ക് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൺലൈനിൽ സെലക്ട് ചെയ്ത് നമ്മൾ പേ ചെയ്ത് വരുന്ന പ്ലാന്റ് സെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വെറൈറ്റി ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ നമുക്ക് പ്രയാസമാണ്. കാരണം വെച്ചാൽ സെയിം വെറൈറ്റി ആണെന്നുള്ളത് നമ്മൾ ഫ്ലവർ ഉണ്ടാകുന്നതിന് വരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പ്ലാന്റ് നശിച്ചു പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഉദ്ദേശിച്ച പ്ലാന്റ് അല്ലെങ്കിൽ നമുക്കത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഇത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല, അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അത് ഇവിടെ വന്നതിന് ശേഷം റീപ്ലേസ്മെൻറ്റ് നടക്കത്തില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ, ഓൺലൈനിൽ മേടിക്കുന്ന പ്ലാന്റുകളുടെ സൈസ് റേറ്റ് കുറവായതുകൊണ്ട് പ്ലാന്റിൻ്റെ സൈസും തീരെ കുറവായിരിക്കും. അപ്പോൾ അതിനെ സേവ് ചെയ്ത് ഒരു നല്ല പ്ലാന്റ് ആക്കി മാറ്റണമെങ്കിൽ നല്ല പ്രയാസമാണ്. അതുപോലെ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാന ഒരു കാര്യമാണ്, നമ്മൾ ഓൺലൈനിൽ പ്ലാന്റ് കാണുമ്പോൾ ആ പ്ലാന്റിൻ്റെ റേറ്റ് നോക്കിയ ശേഷം നമ്മുടെ ആ പ്ലാന്റിന് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള നഴ്സറികൾ അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ കിട്ടുന്ന ആ പ്ലാന്റിൻ്റെ റേറ്റും കൂടെ തമ്മിൽ കമ്പാരിസൺ ചെയ്ത് റേറ്റ് കുറവുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ ഉള്ളൂ ആ പ്ലാന്റ് വാങ്ങിക്കാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചില പ്ലാന്റുകൾക്ക് നമ്മുടെ ലോക്കൽ നഴ്സറി കിട്ടുന്ന പ്ലാന്റിനെക്കാട്ടും വില കൂടുതലാണ് ഓൺലൈനിൽ. അപ്പം അതും കൂടെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഓൺലൈനിൽ പ്ലാന്റ് മേടിക്കാവുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഓൺലൈനിൽ പ്ലാന്റ് മേടിക്കുമ്പോൾ കുറച്ച് പ്ലസ് പോയിൻറ്റ്സും ഉണ്ട്, അതുകൂടാതെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് ആണ് കൂടുതൽ. നമ്മൾ ഇപ്പം അങ്ങനെ ഡ്രോബാക്സ് കൂടുതലുള്ളതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആരെങ്കിലും ഓൺലൈനിൽ പ്ലാന്റ് മേടിക്കുന്നവരുണ്ടെങ്കിൽ
ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡ്രോബാക്സിനകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൺഫേം ചെയ്യാനും ശേഷം മാത്രമേ ഓൺലൈനിൽ പ്ലാന്റ് വാങ്ങിക്കാവുള്ളൂ. പ്ലാന്റ് വാങ്ങുന്നതിന് കുഴപ്പമില്ല, നല്ല രീതിയിൽ ഒരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ നമ്മുടെ കാശ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പ്ലാന്റ് വാങ്ങിക്കുക. എനിക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയതെന്ന് വെച്ചാൽ, എനിക്ക് ഓൺലൈനിൽ ബൊഗൈൻവില്ല മേടിച്ചപ്പോൾ ഡ്രോബാക്സ് അല്ലെങ്കിൽ നഷ്ടമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ ഇങ്ങനെയുള്ള ഇപ്പോൾ സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് കമൻറ്റുകൾ നോക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന കമൻറ്റുകളിൽ മിക്കതും ഇങ്ങനെയുള്ള ഈ പറഞ്ഞ റീസണിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒന്ന് കാണും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചിട്ടുണ്ട്, പുള്ളിക്ക് ഇതുപോലെ തന്നെ ഓൺലൈനിൽ മേടിച്ചിട്ട് പ്ലാന്റ് വന്നപ്പം ഡെലിവറി ലേറ്റ് ആയിട്ട് പ്ലാന്റ് മുഴുവൻ കരിഞ്ഞു പോയി. ആ സെല്ലർ റീപ്ലേസ്മെൻ്റ് ഒന്നും കൊടുത്തുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് ഓർത്താണ് ഈ വീഡിയോ ഇങ്ങനെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ മേടിച്ച സെല്ലർ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ഞാൻ പുള്ളിയുടെ ഡയറക്റ്റുള്ള ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നില്ല. അതല്ല, ആർക്കെങ്കിലും മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞാൻ മേടിച്ച സെല്ലറുടെ കോൺടാക്ട് ഡീറ്റെയിൽ തരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം പുള്ളിയോട് പ്ലാന്റ് വാങ്ങാവുന്നതാണ്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് നമ്പർ തരാമെന്ന് തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്പർ തരാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ തരാം. അതിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, നമ്പർ തരാം. ഓക്കെ. തുടർന്നും ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ ഇടുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൊഗൈൻവില്ലയുടെ കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ.